അഹമ്മദാബാദിലെ വിമാനാപകടത്തിന്റെ പുതിയ വാർത്തകളാണ് എത്തുന്നത്. മരിച്ചവരുടെ 45 പേരുടെ മൃതദേഹം ഏറ്റവും ഒടുവിൽ തിരിച്ചറിഞ്ഞു. ഈ ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രിയുടേതുണ്ട് അല്ലേ? അതെ, വിജയ് രൂപാണിയുടെ മൃതദേഹവും അതിൽ തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങളിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഒപ്പം തന്നെ 274 പേർ മരണപ്പെട്ടെന്ന സ്ഥിരീകരണം കൂടി ഗുജറാത്ത് ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ അബ്ദുൾ റഷീദ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി ചേരുന്നുണ്ട്. അബ്ദുൾ റഷീദ്, അതായത് ഇപ്പോൾ 274 പേരുടെ മൃതദേഹം, അതായത് മരിച്ച കണക്കുകൾ 274 എന്ന സ്ഥിരീകരണം ഉണ്ടാകുന്നു. ഒപ്പം തന്നെ നമുക്ക് ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള വിജയ് രൂപാണിയുടെ മൃതദേഹം കൂടി തിരിച്ചറിഞ്ഞു എന്നുള്ളൊരു വാർത്ത കൂടി വരുന്നുണ്ട്. എങ്ങനെയൊക്കെയാണ് മറ്റു കാര്യങ്ങൾ? അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരണപ്പെട്ടവരുടെ DNA പരിശോധനകൾ വേഗത്തിലാക്കാനുള്ള നിർദ്ദേശം കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ആരോഗ്യ വകുപ്പിന് സംസ്ഥാനത്തെ ആരോഗ്യ വകുപ്പിന് നൽകിയിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഈ DNA പരിശോധനകൾ വേഗത്തിലാക്കാനുള്ള ഒരു നടപടി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഇപ്പോൾ 45 പേരുടെ DNA ഫലം വരികയും പിന്നീട് ഈ മൃതദേഹങ്ങൾ തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ട്. ഈ മൃതദേഹങ്ങളിൽ 32ഓളം മൃതദേഹങ്ങൾ ഇതിനോടകം തന്നെ കുടുംബാംഗങ്ങൾക്ക് വിട്ടു നൽകുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയുടേതടക്കമുള്ള DNA ഫലങ്ങളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. മൃതദേഹങ്ങളൊക്കെ തന്നെയും തിരിച്ച് ഈ കുടുംബാംഗങ്ങൾക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ ആരോഗ്യ വകുപ്പിൽ നിന്ന് വ്യക്തമാവുകയാണ്. അതേസമയം ഈ മരണസംഖ്യ ഉയരുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് വീണ്ടും കടക്കുന്നത്. കഴിഞ്ഞ ദിവസം 270 പേരാണ് മരണപ്പെട്ടത് എന്ന വ്യോമയാന മന്ത്രാലയത്തിന്റെ ഒരു വിലയിരുത്തലുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ മരണസംഖ്യ കൂടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നത്. 274 പേർ മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് സംസ്ഥാനത്തെ ആരോഗ്യമന്ത്രി ഋഷികേശ് പട്ടേൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത്തരത്തിൽ എത്ര പേർക്ക് ഇനിയും അപകടം പറ്റിയിട്ടുണ്ട് എന്നതിലടക്കം ഒരു അവ്യക്തത നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്നാലും ഇപ്പോൾ 274 മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം ഈ അപകടത്തിൽ മരണപ്പെട്ടിട്ടുള്ള പത്തനംതിട്ട സ്വദേശി രഞ്ജിതയുടെ DNA ഫലം ഇനിയും വരാനുണ്ട്. ഉടൻ തന്നെ ആ ഫലം വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ ഫലം വന്നതിന് ശേഷം ഈ മൃതദേഹം തിരിച്ചറിയുകയും പിന്നീട് കുടുംബാംഗങ്ങൾക്ക് വിട്ടു നൽകുകയും ചെയ്യും. അതേസമയം നേരത്തെ ഈ ഉന്നത സമിതിയെ അടക്കമുള്ള അന്വേഷണങ്ങൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഇന്ന് പ്രധാനമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ഈ മേഖല സന്ദർശിക്കുകയും നിലവിലെ സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ കൂടുതൽ നടപടികളിലേക്ക് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അതോടൊപ്പം വ്യോമയാന മന്ത്രാലയവും കടന്നിരിക്കുകയാണ്. നിലവിൽ 45 പേരുടെ DNA ഫലമാണ് വന്നിരിക്കുന്നത്. ഇത്രയും മൃതദേഹങ്ങൾ വിട്ടു നൽകാനുള്ള തുടർ നടപടികൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഭദ്ര. ശരി, അബ്ദുൾ റഷീദാണ് സമഗ്രമായ വിവരങ്ങൾ നൽകിയത്.